ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അംശബന്ധം എന്ന് പറഞ്ഞ 6ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 87 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ചതുരത്തിൻ്റെയും ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം കഴിയുന്നതും ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചതുരത്തിൻ്റെ ഉയരവും നീളവും തന്നിട്ടുണ്ട് അല്ലേ. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഉയരം 8 സെൻറ്റിമീറ്റർ, നീളം 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം നമുക്ക് ആദ്യം അതേ അളവിൽ തന്നെ റേഷ്യോ ആക്കിയിട്ട് എഴുതാം. അതായത് 8:10 എന്നുള്ള ആ ഒരു രൂപത്തിൽ എഴുതാം. എന്നിട്ട് നമുക്കതിനെ ചെറുതാക്കാം. എങ്ങനെയാണ് ചെറുതാക്കുക? രണ്ടിലും 2 ഉണ്ട് അല്ലേ. 2 × 4 ആണ് 8, 2 × 5 ആണ് 10. അപ്പോൾ ആ പൊതുവായിട്ടുള്ളത് അങ്ങ് മാറ്റിക്കളഞ്ഞാൽ ബാക്കി എന്താണ്? 4ഉം 5ഉം അല്ലേ. 4:5. അപ്പോൾ 8:10 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 4:5 എന്ന് എഴുതാം. ഇനി ചെറുതാക്കാൻ പറ്റുമോ? കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4:5 എന്നാണ് അതിൻ്റെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയിലെ രൂപത്തിലുള്ള എഴുതുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 4:5 എന്നാണ്. അതായത് 8 സെൻറ്റിമീറ്റർ ഉയരവും 10 സെൻറ്റിമീറ്റർ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എന്താണ്? 4:5 ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ അംശബന്ധം അല്ലേ. അപ്പോൾ അതിൻ്റെ അംശബന്ധം എത്രയാണ്? 4:5 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. ഉയരം 8 മീറ്ററും നീളം 12 മീറ്ററുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആദ്യം നമുക്ക് ആ 8:12 എന്ന് എഴുതാം. എന്നിട്ട് അതിനെ ചെറുതാക്കാം. അപ്പോൾ നോക്കൂ എങ്ങനെ ചെയ്യാം. 8ലും 4 ഉണ്ട്, 12ലും 4 ഉണ്ട് അല്ലേ. അപ്പോൾ 4 ഒഴിവാക്കി കഴിഞ്ഞാൽ 2 × 4 അല്ലേ 8. അപ്പോൾ 2 ബാക്കി ഉണ്ടാവും. പിന്നെയോ 3 × 4 ആണ് 12. അപ്പോൾ 3ഉം ബാക്കി ഉണ്ടാവും. 4 ഒഴിവാക്കിയാൽ ഒന്നിൽ 2ഉം ഒന്നിൽ 3ഉം ബാക്കി ഉണ്ടാവില്ലേ. അപ്പോൾ 2:3 എന്ന് എഴുതാം. 8:12 എന്നുള്ളത് ചെറുതാക്കുമ്പോൾ 2:3 ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2:3 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഉയരം 20 സെൻറ്റിമീറ്റർ, നീളം 1 മീറ്റർ. ഇവിടെ നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സെൻറ്റിമീറ്ററിലാണ്, ഒന്ന് മീറ്ററിലുമാണ് അല്ലേ. അപ്പോൾ നമ്മളത് ഒരേപോലെ ആക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഇതുവരെ ചെയ്തത് മറ്റേത് രണ്ടും എങ്ങനെയായിരുന്നു? ഒന്നുകിൽ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ആയിരുന്നു. ഇത് 1 സെൻറ്റിമീറ്റർ 1 മീറ്ററുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് മാറ്റണം. അതായത് 1 മീറ്റർ എന്നുള്ളതിനെ നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ അല്ലേ. 100 സെൻറ്റിമീറ്റർ അല്ലേ 1 മീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അതേ ഒരു രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 20:100 എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക? അതിനൊന്ന് ചെറുതാക്കണം. രണ്ടിലും എന്തുണ്ട്? 20 ഉണ്ട് അല്ലേ. 20ൽ ഒരു 20 ആണുള്ളത്. 100ൽ എത്ര 20 ഉള്ളത്? 5 20 അല്ലേ 100 എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 5ഉം ആക്കല്ലേ. 20 രണ്ടിലുള്ളത് കൊണ്ട് അത് വെട്ടിപ്പോയാൽ ബാക്കി 1. പിന്നെ 20ൽ 1 ആണുള്ളത്, 100ൻ്റെ ഭാഗത്ത് 5ഉം ആണുള്ളത്. അപ്പോൾ 1:5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ അംശബന്ധം എഴുതുമ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ രൂപത്തിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20:100 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 1:5 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് നോക്കൂ. ഉയരം 40 സെൻറ്റിമീറ്റർ, നീളം 1 മീറ്റർ. ഇവിടെയും ഒന്ന് സെൻറ്റിമീറ്ററിലാണ്, ഒന്ന് മീറ്ററിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ 2നും സെൻറ്റിമീറ്റർ ആക്കുക, അല്ലെങ്കിൽ 2നും മീറ്റർ ആക്കുക. അപ്പോൾ നമുക്ക് എന്താണ് എളുപ്പം? ആ മീറ്റർ എന്നുള്ളത് സെൻറ്റിമീറ്റർ ആക്കുകയാണ് അല്ലേ. 1 മീറ്റർ എന്നുള്ളത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 40:100 എന്ന് എഴുതാം നമുക്ക് ആദ്യം. ഇനി നമുക്കതിനെ ചെറുതാക്കണം അല്ലേ. ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിന് വേണ്ടിയിട്ട് 2ൻ്റെയും അറ്റത്തുള്ള പൂജ്യമല്ലേ, അത് രണ്ടിലും ഓരോന്ന് വെട്ടിപ്പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 4ഉം 10ഉം അല്ലേ. എന്നിട്ട് അതിനെ ചെറുതാക്കാം. അതല്ലെങ്കിൽ 40നും 100നും അങ്ങനെ ചെറുതാക്കിയാലും മതി. എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുക. അപ്പോൾ നോക്കൂ, 40ഉം 100ലും രണ്ടിലും 20 ഉണ്ട് അല്ലേ. എത്രയാണ്? 40ൽ 2 20ഉം 100ൽ 5 20ഉം. അപ്പോൾ 2:5 എന്ന് കിട്ടും അല്ലേ. പിന്നെ 20 ഒരേപോലെയുള്ളത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു ഭാഗത്ത് 2 ആണ്, മറ്റേ ഭാഗത്ത് 5 ആണ്. അപ്പോൾ 2:5 എന്നാണ് നമുക്ക് ഇതിൻ്റെ അംശബന്ധമായിട്ട് എഴുതാൻ പറ്റുക. പിന്നെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ രൂപം എന്ന് പറഞ്ഞത് 2:5 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 2:5 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത ദിവസം നോക്കൂ. ഉയരം 1.5 സെൻറ്റിമീറ്റർ, നീളം 2 സെൻറ്റിമീറ്റർ. ഇവിടെ രണ്ടും സെൻറ്റിമീറ്ററിൽ തന്നെയാണ്, പക്ഷേ എണ്ണൽ സംഖ്യയാണോ? ഇല്ല, ദശാംശ സംഖ്യയാണ് അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒന്ന് വലുതാക്കുകയാണ് വേണ്ടത്, ചെറുതാക്കുകയല്ല. അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് 1.5:2 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വലുതാക്കണം അല്ലേ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കത് ആ ഒരു ദശാംശ സ്ഥാനം മാറി കിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിലാണ് എഴുതേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2നെയും 2 കൊണ്ട് ഗുണിക്കുക. അതായത് 1.5നെയും 2 കൊണ്ട് ഗുണിക്കുക, 2നെയും
2 കൊണ്ട് ഗുണിക്കുക. 1.5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ ഒരു ദശാംശ സ്ഥാനം മാറൂലേ. 1.5ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ. 1.5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 3 ആണ്. അതുപോലെ 2നെ 2 കൊണ്ട് ഗുണിച്ചാലോ 4 ആണ്. അപ്പോൾ 3:4 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:4 ആണ് അല്ലേ. അപ്പം നമ്മൾ ഇതിനെ വലുതാക്കാനായാലും ചെറുതാക്കാനായാലും ഒന്നുകിൽ ഗുണിക്കുക അല്ലെങ്കിൽ ഹരിക്കുക ഒരു രൂപത്തിൽ വേണം അല്ലേ. പിന്നെ വലുതാക്കാനാണെങ്കിൽ ഗുണിക്കുക, ചെറുതാക്കാനാണെങ്കിൽ ഹരിക്കുക, അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോഴല്ലേ നമുക്ക് ഒരേപോലെ രണ്ട് ഭാഗത്തും ഒരേപോലെ ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് വലുതാവും അല്ലെങ്കിൽ അത് ചെറുതാവും. എങ്ങനെയായാലും നമുക്ക് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് കിട്ടേണ്ടത്, എണ്ണൽ സംഖ്യയിലുള്ള ഏറ്റവും ചെറിയ രൂപം. 1.5 ഒരു ദശാംശ സംഖ്യ ആയതുകൊണ്ടാണ് നമ്മളിതിനെ വലുതാക്കിയാണ്ട് ചെയ്തത്. അപ്പോൾ 3:4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള പട്ടികയിൽ ചില ചതുരങ്ങളുടെ ഉയരം, നീളം, അവ തമ്മിലുള്ള അംശബന്ധം എന്നിവയിൽ 2 തന്നിട്ടുണ്ട്. മൂന്നാമത്തേത് കണ്ടുപിടിച്ച് പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കള്ളിയിൽ നോക്കൂ, ഉയരവും നീളവും തന്നിട്ടുണ്ട്, അംശബന്ധമാണ് കാണേണ്ടത് അല്ലേ. ഉയരം 6 ആണ്, നീളം 8 ആണ്. അംശബന്ധം എത്രയാണെന്ന് എങ്ങനെയാണ് കാണാം? 6:8 എന്ന് പറയുമ്പോൾ അത് വലിയ സംഖ്യയാണ്. അപ്പോൾ അതിനൊന്ന് ചെറുതാക്കണം. 6ലും 8ലും എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ ആ 2നെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ 2 × 3 ആണ് 6, 2 × 4 ആണ് 8. അപ്പോൾ ബാക്കി വരുന്നത് 3ഉം 4ഉം അല്ലേ. അപ്പോൾ 3:4 എന്ന് നമുക്ക് എഴുതാൻ പറ്റൂ അല്ലേ. എങ്ങനെ കിട്ടിയത്? 2 × 3 ആണ് 6, 2 × 4 ആണ് 8. അപ്പോൾ ആ 2 രണ്ടോടത്തുണ്ട്, അതിനങ്ങ് ഒഴിവാക്കിയാൽ 3ഉം 4ഉം ആണ് ബാക്കിയുള്ളത്. അതായത് 3:4 എന്ന് അതിന് കിട്ടി. ഇനി അടുത്തത് നോക്കൂ, ഉയരം 3 ആണ് തന്നിട്ടുണ്ട്, നീളം എത്രയാണെന്ന് തന്നിട്ടില്ല. ഉയരം 3 സെൻറ്റിമീറ്റർ, നീളം എത്രയാണെന്ന് തന്നിട്ടില്ല. അംശബന്ധം 3:4 ആണ് തന്നിട്ടുണ്ട്. ഉയരം 3 തന്നെയാണ് തന്നിട്ടുള്ളത്, അംശബന്ധത്തിലും അവിടെ 3 ആണ്. അപ്പോൾ നീളം എന്ത് ചെയ്താൽ മതി? ആ 4 തന്നെ അങ്ങെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കൂ, ഉയരം 3/4 സെൻറ്റിമീറ്റർ ആണ്, നീളം 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അംശബന്ധം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ആ 3/4 എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യനെ നമുക്ക് എണ്ണൽ സംഖ്യ ആക്കാൻ പറ്റുമോ നോക്കുക. അപ്പം 3/4നെ എങ്ങനെയാണ് നമുക്ക് എണ്ണൽ സംഖ്യ ആക്കാൻ പറ്റുക? ഛേദം എത്രയാണോ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി അല്ലേ. ഛേദം ഇവിടെ 4 ആണ്. അപ്പം നമ്മൾ 3/4നെ 4 കൊണ്ട് ഗുണിച്ചാൽ അത് എണ്ണൽ സംഖ്യ ആയിട്ട് മാറും. അപ്പം നമ്മൾ അപ്പുറത്തുള്ള നീളത്തിന് എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ ഉയരത്തിന് നമ്മൾ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നീളത്തിന് 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3/4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? മുകളിലും താഴെയുള്ള 4 വെട്ടും, ബാക്കി 3 എന്ന് കിട്ടും അല്ലേ. 3/4 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയുള്ളത് ഒരേപോലെയുള്ളത് വെട്ടി ഒഴിവാക്കും. അപ്പോൾ താഴെ 4 ഉണ്ട്, മേലെ 4 ഉണ്ട്, അത് വെട്ടി ഒഴിവാക്കുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ഉയരം 3, അപ്പോൾ നീളം എത്രയായിരിക്കും? 1 × 4, അതായത് 4 ആണ്. അപ്പോൾ 3:4 എന്നാണ് നമുക്ക് അംശബന്ധം കിട്ടുന്നത്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3/4 എന്നുള്ള ആ ഒരു ഭിന്നസംഖ്യനെ നമ്മൾ ദശാംശ സംഖ്യയാക്കിയിട്ട് മാറ്റുക, എന്നിട്ട് ചെയ്യുക. ഇങ്ങനെ ആയാലും നമുക്ക് 3:4 എന്നുള്ള ആൻസർ തന്നെയാണ് കിട്ടുക. എല്ലാവരും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡാണ്. അതായത് 3/4നെ നമ്മൾ എണ്ണൽ സംഖ്യയാക്കി മാറ്റണം. എണ്ണൽ സംഖ്യയാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? താഴെയുള്ള ആ ഛേദം കൊണ്ട് തന്നെ ഗുണിക്കുക. ആ ഗുണിക്കുന്ന സംഖ്യ കൊണ്ട് തന്നെ നീളത്തിനെയും ഗുണിക്കുക. അപ്പോൾ 3/4നെ 4 കൊണ്ടാണ് ഗുണിക്കുന്നത്, അപ്പോൾ 1നെയും 4 കൊണ്ട് ഗുണിച്ചു. 3/4നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 3 എന്ന് കിട്ടി, 1നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 4 എന്നും കിട്ടി. അപ്പോൾ 3:4. ഇനി അതിനെ ചെറുതാക്കുക വലുതാക്കുക ഒന്നും വേണ്ടല്ലോ, അതൊരു പിന്നെ ഏറ്റവും ചെറിയ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ 3:4 നമുക്ക് അംശബന്ധം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ഉയരം തന്നിട്ടില്ല, നീളം 1 ആണ് തന്നിട്ടുണ്ട്, അംശബന്ധം 3:4 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കേണ്ടത്? ആ 4 എന്നുള്ളതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ 1 കിട്ടുന്നത്. അപ്പോൾ 3നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. 3:4 എന്നുള്ളതിനെ 3:4 എന്നുള്ളതിലുള്ള 4നെ എന്തുകൊണ്ട് ഹരിച്ചാലാണ് 1 കിട്ടുക? 4 കൊണ്ട് ഹരിച്ചാലാണ്. അപ്പം 3നെ എന്ത് ചെയ്യണം? നമ്മൾ 4 കൊണ്ട് തന്നെ ഹരിക്കണം. 3നെ 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 3/4. അപ്പം നമുക്ക് ഉയരം എത്രയാണ്? 3/4 ആണ്. അതായത് തൊട്ട് മുമ്പുള്ള ആ ക്വസ്റ്റ്യൻ്റെ അതേ തന്നെയാണ് അല്ലേ. 3/4 ഉയരാണ്, നീളം 1 ആണ്. അപ്പം അംശബന്ധം എന്താണ്? 3:4 ആണ്. ഇനി അടുത്തത് നോക്കൂ, ഉയരം 6ഉം നീളം 15 ആണ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ അംശബന്ധം എന്ന് പറഞ്ഞത്? 6:15 എന്നാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ രൂപത്തേക്ക് മാറ്റണ്ടേ. 6:15 എന്നുള്ളത് ചെറിയ രൂപത്തേക്ക് മാറ്റുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6ലും 15ലും കോമൺ ആയിട്ട് വരുന്നത് 3 ഉണ്ട് അല്ലേ. 6ലും 15ലും 3 കോമൺ ആയിട്ട് വരുന്നില്ലേ. 2 × 3 ആണ് 6, 5 × 3 ആണ് 15 എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 3നെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 6ൻ്റെ ഭാഗത്ത് 2 ഉണ്ടാവും, 15ൻ്റെ ഭാഗത്ത് എന്തുണ്ടാവും? 5 ഉണ്ടാവും. അപ്പോൾ 2:5 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഉയരം 6ഉം നീളം 15 എന്ന് പറഞ്ഞാൽ അംശബന്ധം എത്രയാണ്? 2:5 ആണ് എന്ന് പറയാൻ പറ്റും.
ഇനി അടുത്ത് നോക്കൂ, ഉയരം 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, നീളം എത്രയാണെന്ന് തന്നിട്ടില്ല, അംശബന്ധം 2:5 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അംശബന്ധത്തിലുള്ള അതേ സംഖ്യ തന്നെയാണ് ഉയരത്തിലുള്ളത് അല്ലേ, 2 തന്നെയാണ്. അപ്പോൾ നീളത്തിലും എന്ത് തന്നെയായിരിക്കും, ആ അംശബന്ധത്തിലുള്ള അതന്നെ വരണം, അതായത് 5 തന്നെ വരണം. ഉയരം 2ഉം നീളം 5 സെൻറ്റിമീറ്ററുകളാവുമ്പോഴാണ് എന്ത് അംശബന്ധം 2:5 എന്നുള്ള രൂപത്തിൽ കിട്ടുക. അപ്പോൾ നമുക്ക് നീളം എന്നുള്ളതിന് എന്ത് എഴുതാം, 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഏറ്റവും ലാസ്റ്റത്തെ എന്താണ്, ഉയരം തന്നിട്ടില്ല, നീളം 1 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, അംശബന്ധം 2:5 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 5 എന്നുള്ളതാണ് എന്തായിട്ടുള്ളത്, 1 ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 എത്രയാവും, 5 എന്നുള്ളത് 1 ആവണമെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ടാവുക, 5 കൊണ്ട് ഹരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 2നെ ചെറുതാക്കാനും നമ്മൾ എന്ത് ചെയ്യണം, 5 കൊണ്ട് തന്നെ ഹരിക്കണം. 5നെ 5 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 2നെയും 5 കൊണ്ട് തന്നെ ഹരിക്കണം. 2നെ 5 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2/5. അപ്പോൾ നീളം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പിന്നെ ഉയരം എന്താണ്, 2/5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അംശബന്ധം എന്താവുള്ളൂ, 2:5 ആവുള്ളൂ. അതായത് അംശബന്ധം 2:5 എന്നും നീളം 1 എന്നും തന്നാൽ ഉയരം എന്താണ്, 2/5 ആണ് എന്ന് സാരം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ആവർത്തിച്ച് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.